കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ സംഘർഷമുണ്ടായ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കർശന ഉപാധികളോടെ പ്രവർത്തിക്കാൻ അനുമതി നൽകി. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലേഷൻ കമ്മിറ്റിയുടേതാണ് ഇന്നത്തെ തീരുമാനം. പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായി കുറയ്ക്കും. വൈകിട്ട് 6 മണി മുതൽ 12 വരെ പ്ലാന്റ് പ്രവർത്തിക്കരുത്. പഴകിയ അറവ് മാലിന്യങ്ങൾ സംസ്കരണത്തിനായി എത്തിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകിയത്. നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. അതേസമയം പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് സമരസമിതി ആവർത്തിച്ചു. ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കി. നേരത്തെ ഉണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൂടി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. കൂടത്തായി സ്വദേശി നിയാസ് അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 14 സംബന്ധിച്ചിടത്തോളം ഈ 4000-ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് വരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം.